കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തുടരുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അല്പസമയം നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ആയിരിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ ചിന്തിച്ച ഒരു ദൂതുണ്ടായിരുന്നു. ആ ദൂത്, ആ വാക്യം പൂർണ്ണമായില്ല, ആ സന്ദേശം പൂർണ്ണമായില്ല. അതിൻ്റെ ഒരു രണ്ടാം ഭാഗം വേണമെങ്കിൽ എന്ന് നമുക്ക് പറയാം. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ജോൺ ചാപ്റ്റർ 7 വേഴ്സസ് 37 to 39. യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. യെസ്. അടുത്തത് മതി. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 37, 38, 39 വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലത്തെ വചനചിന്തകളുടെ ആധാരം എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. ആ വാക്യം നമുക്ക് ചേർന്ന് ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. എല്ലാവരും ചേർന്ന് വായിക്കാമോ? ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അടുത്തത്, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാകിയാൽ, ആത്മാവ് നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ബൈബിളിലെ തന്നെ നമുക്ക് കാണാതെ അറിയാവുന്ന പല വാക്യങ്ങളൊരു വാക്യമാണ് ഇത്. മുഴുവൻ അറിയില്ലെങ്കിലും ഇത്രയെങ്കിലും അറിയാം. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അത് കേൾക്കാത്തവരോ അത് പറയാത്തവരോ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു ആമുഖം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആമുഖത്തിലേക്കൊന്നും പോകാതെ നേരിട്ട് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ അതിപ്രധാനമായ പല കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ നിങ്ങളുടെ വായനയിൽ എപ്പോഴെങ്കിലും ഒക്കെ അത് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരുപാട് പഴയ നിയമ ഉദ്ധരണികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാൻ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് പ്രവാചക പുസ്തകങ്ങളിലെ പല വാക്യങ്ങൾ അങ്ങനെ സംഭവിക്കേണ്ടതിനായി അല്ലെങ്കിൽ അങ്ങനെ ആ വാക്യം നിറവേറേണ്ടതിനായി ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വാക്യം ഞാൻ പറയാം. പല വാക്യങ്ങളുണ്ട്, ഒട്ടേറെ വാക്യങ്ങളുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. യേശുവും 2 കള്ളന്മാരും ക്രൂശിൽ കിടക്കുന്ന സമയത്ത് പടയാളികൾ വന്നിട്ട് പറഞ്ഞു, ഇവര് മരിച്ചു എന്ന് ഉറപ്പിക്കേണ്ടതിനായിട്ട് ഇവരുടെ 3 പേരുടെയും കാൽ തല്ലി ഒടിക്കണം. അപ്പം യേശുവിൻ്റെ ഇടവും വലവും കിടന്ന കള്ളന്മാരുടെ കാൽ തല്ലി ഒടിച്ചു. പക്ഷേ യേശുവിൻ്റെ വിലാപ്പുറത്ത് യാദൃച്ഛയ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയാണ്. ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലായി യേശു മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് യേശുവിൻ്റെ കാല് തല്ലി ഒടിച്ചില്ല. പക്ഷേ നമ്മളാണെങ്കിൽ കർത്താവിന് സ്തോത്രം എന്ന് പറയുമായിരുന്നു, നിങ്ങളോ ഞാനോ ആയിരുന്നെങ്കിൽ. പക്ഷെ യോഹന്നാൻ അതിനെ കണ്ടത് എങ്ങനെയാണെന്നറിയാമോ? അവൻ്റെ അസ്ഥികളിലൊന്നും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനം നിവർത്തീകരിക്കേണ്ടതിനായി. ഇത് പറയുമ്പോൾ വളരെ പ്രായോഗികമായ ഒരു ദൂത് ഞാൻ പറയാം. ദൈവമക്കളെ, നമ്മൾ യാത്ര ചെയ്യുന്ന വേളകളിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുമായിരിക്കുമ്പോൾ ദൈവവചനം ഒന്ന് പറഞ്ഞ് ഒന്ന് ഡിക്ലെയർ ചെയ്ത് ഒന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ച് അത് സക്സസ് ആയി മാറും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പറയണം, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ച് എന്നെ പരിപാലിക്കൂ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നു എങ്കിൽ ആ വചനത്തിന്റെ അകത്തെ വലിയ പ്രൊട്ടക്ഷൻ നമ്മുടെ മേൽ വ്യാപരിക്കും. യോഹന്നാൻ പറയുകയാണ്, യേശുവിന്റെ കാല് തല്ലി ഒടിക്കാത്തത് സങ്കീർത്തനം 34 എഴുതിയിരിക്കുന്ന ആ വചനത്തിന്റെ നിവർത്തിയാണ്. ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിക്കാൻ അവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ എത്ര വർഷമായി
വർഷമായി കാണും, 10, 15, 20 എത്രയും ആയിക്കൊള്ളട്ടെ. ഈ വർഷങ്ങളിൽ മുഴുവൻ നാം വീണു പോകേണ്ട എത്ര സാഹചര്യങ്ങൾ, നാം ഉടഞ്ഞു പോകേണ്ട എത്ര സാഹചര്യങ്ങൾ, നാം ഇല്ലാതായി പോകേണ്ട എത്രയോ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വന്നു. എന്നാൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി കർത്താവിനെ നിർത്തി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാക്യം ഒന്ന് പറയാൻ കഴിയുമോ? വീഴുവാൻ തക്കവണ്ണം സാത്താൻ എന്നെ തള്ളിയെങ്കിലും എന്റെ കർത്താവ് എന്നെ പരിപാലിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാനിവിടെ ഇരിക്കുന്നത്. ദൈവവചനത്തിന്റെ ശക്തിക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പറഞ്ഞു വന്നത്, പഴയ നിയമത്തിൽ നിന്ന് പല ഉദ്ധരണികളും നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ അധികമായി കാണാനായിട്ട് കഴിയും. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു വിശാല ഹൃദയത്തോടെ കേട്ടാൽ ഒരു കുഴപ്പമില്ല. ദൈവമക്കളെ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ദൈവഹിതപ്രകാരം ജീവിച്ച് നിത്യതയിൽ പോകാനാണെങ്കിൽ ആ വ്യക്തിക്ക് പുതിയ നിയമം തന്നെ ധാരാളം. തെറ്റിദ്ധരിക്കരുത്, മുഴുവൻ പറഞ്ഞു വരുമ്പോൾ കാര്യം മനസ്സിലാവും. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ദൈവഹിതപ്രകാരം ജീവിച്ച് നിത്യതയിൽ പോകാനാണെങ്കിൽ എന്ത് തന്നെ ധാരാളം? പുതിയ നിയമം തന്നെ ധാരാളം. അതും വേണമെന്നില്ല, ഇപ്പം അത് കോമൺ അല്ല. എന്നാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു ചെറിയ ബൈബിൾ ഉണ്ടായിരുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം മാത്രം. കണ്ടിട്ടുണ്ടോ അങ്ങനെ? യോഹന്നാൻ്റെ സുവിശേഷം ചെറിയ ബൈബിള്. അപ്പം നമ്മുടെ അപ്പച്ചമാർ പോലും പറയുന്നത്, ഒരുത്തൻ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയിൽ പോകാനാണെങ്കിൽ ഒരു സുവിശേഷം തന്നെ ധാരാളം മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കർത്താവ് ഈ പഴയ നിയമം നമുക്ക് തന്നത്? തെറ്റിദ്ധരിക്കരുത്. ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാട് 22-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യം വരെ ദൈവവചനമാണെന്നും ദൈവനിശ്വാസീയമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞതാണ്. രക്ഷിക്കപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് നിത്യതയിൽ പോകാനാണെങ്കിൽ പുതിയ നിയമം തന്നെ ധാരാളം. പിന്നെ എന്തിനാണ് കർത്താവ് പഴയ നിയമം നമുക്ക് നൽകിയതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. പുതിയ നിയമം മത്തായിയിൽ തുടങ്ങി വെളിപ്പാടിൽ അവസാനിക്കുന്നതല്ല. പഴയ നിയമം ഉൽപ്പത്തിയിൽ തുടങ്ങി മലാക്കിയിൽ അവസാനിക്കുന്നതുമല്ല. പുതിയ നിയമം തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്, പുതിയ നിയമം അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ശ്രദ്ധിക്കണം, പഴയ നിയമം എന്തിന് ദൈവം നമുക്ക് നൽകിയെന്ന് ചോദിച്ചാൽ ലളിത ഒരു ഉത്തരം പറയാം. പഴയ നിയമത്തിൽ ക്രിസ്തു ഉണ്ട്. പഴയ നിയമ പുസ്തകങ്ങളിൽ ക്രിസ്തുവില്ലെങ്കിൽ അത് വെറും ഒരു ചരിത്രം മാത്രമാണ്. അതെന്തുവാ? അത് വേറെ ഹിസ്റ്ററി മാത്രമാണ്. പക്ഷേ ആ പഴയ നിയമം വായിക്കുമ്പോൾ പോലും ദൈവത്തിന്റെ വചനത്തിനകത്ത് ജീവൻ വ്യാപരിക്കാൻ കാരണം അതിനകത്ത് ആരുണ്ട്? ഉൽപ്പത്തി പുസ്തകത്തിൽ പുസ്തകക്കാരിങ്ങനെ എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ക്രിസ്തു ആരാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ അവൻ പെസഹ കുഞ്ഞാടാണ്. ലേവ്യ പുസ്തകത്തിൽ അവൻ മഹാപുരോഹിതനാണ്. അങ്ങനെ ഓരോ അധ്യായങ്ങളിലും മലാക്കി വരെ ഓരോ അധ്യായങ്ങളിലും ഓരോ പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 26, 27 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്: എമ്മവൂസിലോട്ട് പോകുന്ന ശിഷ്യന്മാർ മടുത്ത് തളർന്നു പോകുന്ന സമയത്ത് കർത്താവ് താനും അവരോട് ചേർന്ന് നടന്നിട്ട് അവരോട് എന്താ പറയുന്നതെന്ന് അറിയാമോ? ലൂക്ക് ചാപ്റ്റർ 24:26 and 27 ഒന്ന് വായിച്ചേ. ക്രിസ്തു ഇങ്ങനെ അനുഭവിച്ചിട്ട് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിൽ നിന്നും ആരെക്കുറിച്ച്? അപ്പൊ മോശയുടെ പുസ്തകത്തിൽ ആരുണ്ട്? താനുണ്ട്. പ്രവാചക പുസ്തകത്തിൽ ആരുണ്ട്? താനുണ്ട്. സങ്കീർത്തനത്തിൽ ആരുണ്ട്? യേശു ഉണ്ട്. സംഖ്യാപുസ്തകത്തിൽ അവൻ ഉയർത്തപ്പെട്ട സർപ്പമാണെങ്കിൽ ആവർത്തന പുസ്തകത്തിൽ അവൻ മോശയെ പോലെയുള്ള പ്രവാചകനാണ്. ദൈവമക്കളെ, പഴയ നിയമത്തിൽ ലോകമാനം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് 66 വീടുകളിലേക്ക് പോകുന്ന ഒരു ലൈൻ കമ്പിയിൽ, ഒരു കണക്ഷനിൽ എവിടെ കട്ട് ചെയ്താലും കറണ്ട് കാണുന്നത് പോലെ ഈ 66 പുസ്തകങ്ങളിലും വിരാജിച്ച് നിൽക്കുന്ന തേജസ്കരിക്കപ്പെട്ട ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. പഴയ നിയമം വേണ്ടെന്ന് പറയുന്നവരുണ്ട്. വേണ്ടെന്ന് പറയുന്നത് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അവര് സാത്താന്റെ ആത്മാവാണ്. എന്നാൽ ദൈവാത്മാവ് ലഭിച്ച ഒരാളും അങ്ങനെ പറയില്ല. കാരണം പഴയ നിയമത്തിൽ ആരുണ്ട്?
ക്രിസ്തുവുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അതാരെന്ന് ചിന്തിച്ചത്, പുറപ്പാട് പുസ്തകത്തിലെ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് ആരാണ്? പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. ഇതാണ് പഴയ നിയമത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ നാം ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവവചനം അപ്പമാണ്. ദൈവവചനം എന്തുവാ? എങ്ങനത്തെ അപ്പം? ജീവനുള്ള അപ്പമാണ്. യേശു തൻ്റെ ശുശ്രൂഷയിലെ 2 തവണ അപ്പം കൊണ്ട് അത്ഭുതം ചെയ്തു, ഇല്ലേ? 2 തവണ അപ്പം കൊണ്ട്. ഒന്ന്, 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേരെ, 5000 അധികം പേരെ പോഷിപ്പിച്ചു. എത്ര കൊട്ട ബാക്കി വന്നു? 12 കൊട്ട ബാക്കി വന്നു. വേറെ ഒരു സമയത്ത് 7 അപ്പം വർദ്ധിപ്പിച്ച് 4000 പേരെ പോഷിപ്പിച്ചു. എത്ര കൊട്ട ബാക്കി വന്നു? 7 കൊട്ട ബാക്കി വന്നു. ഒരു വലിയ ചിന്ത പറയാനാണ് ഞാനത് പറഞ്ഞത്. ന്യായമായിട്ടും 5 അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ 12 കൊട്ട ബാക്കി വന്നെങ്കിൽ 7 അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം എത്ര കൊട്ട വരണം? ഒരു 20 കൊട്ട ലോജിക്കലി ഉണ്ടാകണം, അല്ലേ? പക്ഷേ ദൈവവചനം ജീവനുള്ള അപ്പമാണെങ്കിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് എവിടെ വീഴുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വർദ്ധിക്കുന്നത്. ആമേൻ. അത് ഞാൻ പറയാം. 5 അപ്പമേ ഉള്ളൂ, പക്ഷെ ഇത് വീണത് 5000-ത്തിലോട്ടാണ്. എന്നോടുണ്ടോ നിങ്ങൾ? മറ്റേത് 7 അപ്പം ഉണ്ടായിരുന്നു, പക്ഷെ വീണത് എങ്ങോട്ടാ? അതാ. ഇത് എവിടെ വീഴുന്നോ അതനുസരിച്ചാണ് ഇതിന് റിസൾട്ട് ഉണ്ടാകുന്നത്. ദൈവമക്കളെ, ഇന്ന് പകലിൽ നാം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഒരു 10000 പേരുടെ വിശപ്പുമായിട്ട് ഇവിടെ ഇരിക്കാവോ? ഈ വചനം വർദ്ധിക്കും. ഹല്ലേലൂയ. 5000 പേരുടെ വിശപ്പേ ഉള്ളോ? ഇത് അത്രയാകത്തുള്ളൂ. 7000 പേരുടെ വിശപ്പുണ്ടോ? അത് അത്രയുമാകും. 10000 പേരുടെ ആഗ്രഹത്തോടുകൂടെ ഇന്ന് പകലിൽ വചനത്തിന് മുമ്പിലായിരുന്നാൽ ഈ വചനം വർദ്ധിക്കാൻ പോകുകയാണ്. ദൈവമക്കളെ, ഈ കേൾക്കപ്പെടുന്ന ദൈവവചനം ഇന്ന് വരെ കേൾക്കാത്ത 2 പോയിന്റ് കിട്ടി. അതല്ല, ഈ വചനത്തിനകത്ത് ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, പ്രവചിച്ചു പറയാൻ പറയുന്നു. ചില വിഷയങ്ങളിൽ ഇന്ന് പകലിൽ വചനത്തിനകത്ത് വ്യാപാര ശക്തി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ വചനം സ്വീകരിക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെ നമ്മുടെ വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കും. യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു ശതാധിപന്റെ കഥ നമുക്കറിയാം. അദ്ദേഹം യേശുവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവേ, എൻ്റെ വീട്ടുവരെ വരാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, പക്ഷേ നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ദാസന് ഒരു വലിയ സൗഖ്യമുണ്ടാകും. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകലിൽ ഈ ഞായറാഴ്ച ഏതാണ്ട് 11 മണിയാകാൻ പോകുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നു എങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ എത്ര കടുങ്കട്ട് വീണതാണെങ്കിലും, വിഷയങ്ങൾ എത്ര ദൂരെയാണെങ്കിലും, ആ വിഷയത്തെ ഇടിച്ചിളക്കി അതിനകത്ത് പരിവർത്തനം നടത്തി അതിനകത്ത് വിടുതൽ കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ തരങ്ങളെ ചലിപ്പിച്ച് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ വചനത്തിനകത്ത് വ്യാപാര ശക്തി കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ. ഏത് കടുങ്കട്ട് വീണ വിഷയത്തെയും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് തന്റെ വചനത്താൽ അഴിക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് തുടരാം. നാം നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 37 മുതൽ ഒന്നുകൂടെ വായിച്ചാണ് നമ്മുടെ കുറിവാക്യം. അടുത്ത് ശ്രദ്ധിക്കണേ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ഒഴുകും. അല്ലേ? യേശു എന്താ പറഞ്ഞേ? ജീവജലത്തിന്റെ. അപ്പൊ യേശു ഒഴുകുമോ എന്ന് പറഞ്ഞാൽ അത് ബ്ലോക്ക് ആവുമോ? ഇല്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്തത് ഇത് പരസ്പര വിരുദ്ധമല്ലേ? മേളി പറയുന്നു നിങ്ങളിപ്പോ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്താ ഓർപ്പെടും? ജീവജലത്തിന്റെ. തൊട്ടുതാഴെ പറയുന്നു അങ്ങനെ ഒഴുകണമെങ്കിൽ ആത്മാവ് ഇവിടെ വരണ്ടേ. ആത്മാവ് എന്ത് ചെയ്തിട്ടില്ല? യേശു ഇത് പറയുമ്പോൾ യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആത്മാവ് വന്നിട്ടുമില്ല. ഇതെങ്ങനെ ശരിയാകും? ഒരു കോൺട്രഡിക്ടറിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നില്ലേ? യേശു ആദ്യം പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ
നദികൾ ഒഴുകും. ഞാനൊരു കാര്യം ദൂത് പറയാം, ഹല്ലേലൂയ, കേട്ടോണം. ഇത് ആവശ്യമുള്ളൊരു ദൂത് സ്വീകരിച്ചോണം. ദൈവമക്കളെ, കർത്താവ് ഒഴുകും എന്ന് പറഞ്ഞാൽ ഒഴുകും. ഒരു പക്ഷേ ചില സമയങ്ങളെടുക്കും, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ അത് ഒഴുകും. യേശു പറയുന്നതിനകത്ത് യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. യേശു എന്താ പറഞ്ഞത്? അവനിത് തന്നെ. അപ്പൊ എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് എന്തോ ഒഴുകും. ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. യേശു എന്തായി പറയുന്നതെന്നറിയാവോ? നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കാമെങ്കിൽ ആത്മാവ് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരാമെങ്കിൽ ആത്മാവിനെ ഇങ്ങോട്ട് വിടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിന്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ വ്യക്തതയാണ് അത്. തന്നിൽ ഇപ്പൊ വിശ്വസിക്കാവോ? ഇപ്പൊ വിശ്വസിക്കാമെങ്കിൽ എപ്പോഴാണ് ഇത് ബ്ലാസ്റ്റ് ആകുന്നതെന്നറിയില്ല, എപ്പോഴാണ് ഈ വചനത്തിന്റെ നിവർത്തി വ്യാപരിക്കുന്നത് എന്നറിയില്ല. വിശ്വസിച്ച് വിശ്വാസത്തോടെ കാത്തിരിക്കുക, വചനത്തിന്റെ വ്യാപാര ശക്തി വെളിപ്പെടും. യേശു പറയുകയാണ്, ഈ വിശ്വസിക്കുന്ന ഈ നിമിഷം ഒഴുകുന്ന കാര്യമല്ല യേശു എന്ന് പറയുന്നത്. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്ന പല സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതിലൊന്നാണ് യേശു ആദ്യം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് എപ്പോൾ ഒഴുകും? ഇപ്പോൾ എൻ്റെ അടുക്കൽ വരാമെങ്കിൽ, ഇപ്പോൾ എന്നെ വിശ്വസിക്കാമെങ്കിൽ ഞാൻ പിതാവിനോട് ചോദിച്ച് ആത്മാവിനെ ഇവിടെ അയക്കുന്ന ഒരു സമയം ഉണ്ടാകും. അപ്പോൾ ഓർക്കണം, അന്ന് വിശ്വസിച്ചതിന്റെ റിസൾട്ട് എന്താണെന്ന് മർക്കോസിന്റെ മാളിക മുറിയിൽ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, എൻ്റെ കർത്താവേ ഒരു റിസൾട്ടും ഇല്ലല്ലോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. വിശ്വാസത്തോടെ തുടരണം. പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അത് ഏതൊക്കെ മേഖലകളിൽ കയറി ഇറങ്ങും എന്ന് നമുക്കറിയത്തില്ല. വിശ്വാസത്തോടെ തുടരണം. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. മർക്കോസിന്റെ മാളിക മുറിയിൽ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഫിലിപ്പോസും ആരാധിക്കുന്നുണ്ട്. ആര് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? ഫിലിപ്പോസ് 120 പേരിൽ ഒരാളായിരുന്നു. പക്ഷേ ഫിലിപ്പോസ് ഭക്ഷണം വിളമ്പാൻ വേണ്ടി അല്ലെങ്കിൽ ഫുഡ് കമ്മിറ്റിക്കകത്ത ഒരാളായിരുന്നു. പുള്ളി എന്തിനാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതെന്ന് പുള്ളിക്ക് പോലും അറിയാൻ മേല. ആത്മാവിനെ പ്രാപിക്കണമെന്ന് പറഞ്ഞ് പ്രാപിച്ചു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, എല്ലാം ഉണ്ട്. എന്തിനാണ് ആത്മാവ് തൻ്റെ മേൽ വെളിപ്പെട്ടതെന്ന് ഫിലിപ്പോസിന് അറിയില്ല. ദൈവമക്കളെ, ചിലപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ചില പ്രേരണകൾ തരും. ഇപ്പം പ്രാർത്ഥിക്കണം, പക്ഷെ അന്നേരം പ്രാർത്ഥിച്ചത് എന്തിനാണെന്ന് നമുക്ക് പോലും അറിയാൻ മേല. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസിലാണ്. അങ്ങനെ പ്രാർത്ഥിച്ചവരുണ്ടോ? അങ്ങനെ വചനം ധ്യാനിച്ചവരുണ്ടോ? ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും ഒന്ന് ബൈബിൾ വായിച്ചു കളയാം. അതെന്തിനാണ് അങ്ങനെ പരിശുദ്ധാത്മ തോന്നിപ്പിച്ചതെന്ന് നമുക്ക് പോലും അറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അങ്ങനത്തെ നിയോഗത്തിന് പിറകിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ആ മർക്കോസിന്റെ മാളിക മുറിയിൽ ഫിലിപ്പോസ് ആത്മാവിനാൽ നിറയുന്ന സമയത്ത് ഫിലിപ്പോസിന് അറിയില്ല എന്തിനാണ് ആത്മാവിന് തന്റെ മേൽ ഇറങ്ങി വരുന്നതെന്ന്. എന്നാൽ അത് വെളിപ്പെട്ടത് എവിടാന്നറിയാമോ? യെരുശലേമിലെ തിരക്കിലല്ല. എല്ലാവരും സ്തെഫാനോസിന്റെ മരണാനന്തര ചിതറിപ്പോയ സമയത്ത് ഫിലിപ്പോസ് ചെന്നത് എവിടാന്നറിയാമോ? ഫിലിപ്പോസ് ചെന്നത് ശമര്യയിലാണ്. ശമര്യയിൽ ഫിലിപ്പോസ് കാലുകുത്തുമ്പം ഫിലിപ്പോസ് മനസ്സിലായി, അന്നെന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് ഈ ശമര്യയിലെ പിശാചിനെ ബന്ധിക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയാം. ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് പാടാൻ പറയും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രാർത്ഥിക്കാനും പറയും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് വചനം ധ്യാനിക്കാനും പറയും. അത് ആത്മാവിൽ നിയോഗമായി ഏറ്റെടുത്താൽ വരുന്ന ദിവസങ്ങളിൽ ഏതൊക്കെയോ മേഖലകളിൽ നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെയാണ് കർത്താവ് അതിനാൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ, നിന്റെ ആരാധന വൃഥാവല്ല, നിന്റെ പാട്ട് വൃഥാവല്ല, നിന്റെ കയ്യടി വൃഥാവല്ല, നിന്റെ വചന ധ്യാനം വൃഥാവല്ല. ഇതിന് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. വേറെ ഉദാഹരണം പറയാം. യേശുവിന്റെ മാറോട് ചാരിയ യോഹന്നാൻ. സുവിശേഷങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാനെ കുറിച്ച് നമുക്ക് തോന്നുന്നത് യേശുവിന് ശേഷം ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്യുന്നയാൾ യോഹന്നാനായിരിക്കും. കാര്യം പുള്ളി മാറോട് ചാരുന്നു, യേശു സ്നേഹിച്ചയാളെന്ന് പറയുന്നു, യേശുവിനെ സ്നേഹിക്കുന്നയാളെന്ന് പറയുന്നു. വല്ലാത്ത ഒരടുപ്പം, ഒരു അറ്റാച്ച്മെന്റ് യോഹന്നാനെ കാണാൻ കഴിയും. എന്നാൽ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തിയിൽ നടക്കുന്ന വലിയ
ഉണർവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിൽ വായിക്കണമെന്നില്ല. അവിടെ ഒരിക്കൽ പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഒരു മുടന്തനെ സൗഖ്യമാകുന്നുണ്ട്. അത് അവിടെ അല്ലാതെ യോഹന്നാനെ കാര്യമായൊന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ വിചാരിച്ചു, കർത്താവേ, മാറോട് ചാരിയത് വെറുതെ ആയോ? ചില സമയത്ത് നമുക്ക് തോന്നും കേട്ടോ, കർത്താവേ, പ്രാർത്ഥിക്കുന്നത് വെറുതെയാണോ, ഉപവസിച്ചത് വെറുതെയാണോ? അല്ല, ഇന്ന് പകലോർത്തോണം, എന്റെ ദൈവമാർക്കും കടക്കാരനല്ല. നീ മാറോട് ചാരിയിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ യെരുശലേമിലെ തിരക്കിലെന്ന് യോഹന്നാനില്ല. ഇല്ല, പുള്ളി അവിടെ ഇല്ല. എന്തേ? ഭയങ്കര തുള്ളലായിരുന്നല്ലോ, ഭയങ്കര പാട്ടുകാരനായിരുന്നല്ലോ, ഭയങ്കര ദൂതയ്ക്കായിരുന്നല്ലോ. മർക്കോസിന്റെ മാളികകളിൽ ഞാനും കണ്ടതാ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്നത്. എന്താ പറ്റി? അല്ല, ഇപ്പം അഭിഷേകമൊന്നും ഇല്ലയോ? ദൈവമക്കൾ ഓർക്കണം, ചില സമയത്ത് കർത്താവ് നമ്മളെ ഒന്ന് മറച്ചു പിടിക്കും. മറച്ചു പിടിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്കറിയാമോ? പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി, ഞാൻ നിന്നെ മിനുങ്ങുന്ന അമ്പാക്കി എൻ്റെ പൂണിയിൽ ഒളിപ്പിച്ചു വെച്ചു. ഞാൻ ചോദിക്കട്ടെ, മിനുങ്ങുന്ന അമ്പുണ്ടെങ്കിൽ അല്ല യോദ്ധാവ് ധൈര്യത്തോടെ കൈ പിടിക്കത്തില്ലേ? അത് ഭൂമിയിലെ യോദ്ധാവാണ്. എന്നാൽ കർത്താവ് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളെ പണിത് ശരിപ്പെടുത്തി മിന്നുന്ന അമ്പാക്കി തൻ്റെ പൂണിയിൽ ചിലപ്പോഴൊന്ന് മറച്ചു പിടിക്കും. എന്തിനാണെന്നറിയാമോ? ആർക്കും എത്താൻ കഴിയാത്ത ദൂരത്തിലേക്ക് ദൈവം എന്നെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യെരുശലേമിലെ തിരക്കിലൊന്നും യോഹന്നാനില്ല. എന്നാൽ യോഹന്നാനെ കാണുന്ന എവിടാന്നറിയാമോ? ആരും സ്തോത്രം പറയാനില്ലാത്ത ഒരു സ്ഥലത്ത്, ആരും കൈയടിക്കാനില്ലാത്ത ഒരു സ്ഥലത്ത്, എല്ലാവരും തോറ്റുപോയ ഒരു സ്ഥലത്ത്, ആ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഇറങ്ങി നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഓർക്കണം, ഒറ്റപ്പെടലുണ്ടോ, തള്ളിപ്പറച്ചിലുണ്ടോ, ഏകാന്തതയുണ്ടോ? ആരും ജയിക്കാത്ത സ്ഥലത്ത് കർത്താവ് നമ്മളെ ജയിപ്പിക്കാൻ പോകുകയാണ്. ആരും ഏകയായി പോകുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ചില സമയത്ത് നമുക്ക് പോലും അറിയില്ല എന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും, എടാ, ഞാൻ എല്ലാ പ്രാർത്ഥനക്കും പോകുന്നു, എല്ലാ ആരാധനക്കും പോകുന്നു, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലൊരു മാറ്റമൊന്നും. ദൈവമക്കളെ, ഇത് പലപ്പോഴും ഈ ആയുർവേദം പോലെ. ഏതാ? ഈ ആയുർവേദം എടുത്താലും പെട്ടെന്നൊന്നും അത് മെല്ലെ മെല്ലെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ദൈവമക്കൾ ഓർക്കണം, നമ്മുടെ ഇന്നത്തെ ഭക്തിക്കും ഇന്നത്തെ പ്രാർത്ഥനയ്ക്കും ഒരുപക്ഷെ കർത്താവ് വിടുതലിൻ്റെ സമയം ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കുകയില്ല. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തെന്ന് എഴുതിയേക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. മറിയോട് ചോദിക്കാം, ഇപ്പം നല്ല അംശം തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഇപ്പോഴെന്താ കുഴപ്പം? അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, തൽക്കാലത്ത് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ നല്ല അംശം തിരഞ്ഞെടുത്തതിൻ്റെ മേന്മ മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ? കുറച്ച് വർഷം കഴിഞ്ഞപ്പം വീട്ടിൽ ഒരുത്തൻ മരിച്ച് കല്ലറക്കകത്തോട്ട് കയറി. അപ്പോൾ യേശു അന്ന് ഉയർപ്പിച്ചില്ലേ? അന്ന് മനസ്സിലായി, ഞാൻ അന്ന് തിരഞ്ഞെടുത്തത് എത്ര നന്നായി. ചില സമയത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ മേന്മ നമുക്ക് മനസ്സിലാകുകയല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കുട്ടൻസ് നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ 4-ാം നാളിൽ യേശു ഇറങ്ങുവാൻ അത്ഭുതം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതിനായിരുന്നല്ലേ എന്നെ അന്ന് പ്രാർത്ഥിപ്പിച്ചത്. ദൈവമക്കളെ, ചില ദിവസങ്ങൾ ഓർക്കണം, ചില നാൾ കഴിയുമ്പോൾ ഓർക്കണം, നമുക്കൊരു ബോധ്യം ഉണ്ടാകും, ഇത് ചെയ്യാനായിരുന്നു കർത്താവ് എന്നെ കൊണ്ട് അന്ന് പ്രാർത്ഥിപ്പിച്ചത്, ഇതിനായിരുന്നു കർത്താവ് എന്നെ കൊണ്ടന്ന് വചനം വായിപ്പിച്ചത്, ഇതിനായിരുന്നു കർത്താവ് എന്നെ കൊണ്ടന്ന് ഉപവസിപ്പിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ നിയോഗങ്ങൾക്ക് നാം ചുമല് കൊടുക്കുന്നവരായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, അല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഒഴുകണമെങ്കിൽ യേശു എന്താ പറഞ്ഞ്? ആദ്യം അവിടെ വരണം. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് വെയിറ്റ് എനിക്ക് ധൃതി പിടിക്കരുത്. ബൈബിളിലൊരു വാക്യമുണ്ട്, യെശയ്യാപ്രവചനത്തിൽ, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തില്ലെന്ന. മലയാളത്തിൽ ഓടിപ്പോകത്തില്ലെന്ന, പക്ഷേ ഹീബ്രുവിൽ എഴുതിയേക്കുന്നത് വിശ്വസിക്കുന്നവൻ ധൃതി കാണിക്കുകയല്ലെന്ന. ദൈവമക്കൾ, ധൃതി കാണിക്കരുത്. വിശ്വസിച്ചാൽ അതിനൊരു റിസൾട്ട് ഉണ്ട്, പ്രാർത്ഥിച്ചാൽ അതിനൊരു റിസൾട്ട് ഉണ്ട്, കാത്തിരുന്നാൽ ഒരു റിസൾട്ട് ഉണ്ട്. യേശു പറഞ്ഞിട്ട്, ഇപ്പം വിശ്വസിക്കാവോ? വിശ്വസിച്ചാൽ ആത്മാവ് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്, ആ സമയത്ത് നിനക്കത് കിട്ടും. തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ജീവജലത്തിന്റെ. ദൈവമക്കൾ ഓർക്കണം, എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് മനുഷ്യൻ അങ്ങനെ ഒരു ആത്മാവിൻ്റെ ദാഹം ആവശ്യമില്ലായിരുന്നു, അല്ലേ? ഏതെങ്കിലും അങ്ങനെ ഒരു ദാഹത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. കാര്യം അവരെപ്പോഴും ആരുടെ കൂടെ ആയിരുന്നു? അവരെപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു. സ്തോത്രം. എന്നാൽ പാപം ചെയ്ത അനന്തരം അവര് ദൈവവുമായിട്ടുള്ളവരുടെ ബന്ധത്തിന് ഉലച്ചിലുണ്ടായി, വീഴ്ച വന്നു. ദൈവം മനുഷ്യനുമായി ഒരു ഡിസ്റ്റൻസ് ഇട്ടെങ്കിലും ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരാദമനെ ഹൗവയെയും നമുക്ക് കാണാനായിട്ട് കഴിയും.
കർത്താവ് പിന്നെ നേരിട്ട് അവരോട് കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. വ്യക്തമായ ഡിസ്റ്റൻസ് ഉണ്ടായി അല്ലേ? പാപത്തിന് ശേഷം വ്യക്തമായ ഒരു ഗ്യാപ്പ് ഉണ്ടായി. എന്നാൽ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തോടൊന്ന് മിണ്ടാൻ, ദൈവത്തോടൊന്ന് അടുക്കാൻ ശ്രമിക്കുന്ന ആദമിനെ ഹൗവയെയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് വായിച്ചോ, ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 1, ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം മനുഷ്യൻ പരിഗ്രഹിച്ചു. യഹോവയില്ല, യഹോവ ദൂരത്താണ്, തോട്ടത്തിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. ദൈവവുമായിട്ടുള്ള യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പക്ഷേ ഇവിടെ ഹൃദയത്തിനകത്ത് ഭയങ്കര ദാഹമാണ്. മഹത്വം കൊടുക്കുന്ന ആർക്കാന്നറിയാവോ? ദൈവത്തോട് ഇപ്പം സംസാരമുണ്ടോ? ദൈവമാക്കിയ തോട്ടത്തിന് വരെ പുറത്താക്കിയില്ലേ? ദൈവം ആ ബന്ധം ഡിസ്കണക്ട് ചെയ്തെന്ന് പറയാൻ കഴിയില്ല. എന്നാലും വ്യക്തമായൊരു ഗ്യാപ്പ് ഉണ്ടായി. പക്ഷേ അവർ ദൈവത്തോട്ട് അടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കർത്താവാണെങ്കിൽ അവർക്ക് പിടികൊടുക്കുന്നുമില്ല. ഇവര് മകനുണ്ടായപ്പം എന്തോ പറയുന്നത്? യഹോവയാൽ. അത് പറയേണ്ട കാര്യമുണ്ടോ? കയ്യിൽ നിന്ന് പേരിട്ടാ പോരെ. പക്ഷെ ഇവർ പറയുന്നതെന്ന് അറിയാമോ? യഹോവയാൽ. അപ്പൊ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു ആദമിനെയും ഹൗവയെയും നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്തൊരു വാക്യം കൂടെ വായിക്കണം. 4-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ചേ. 4:25. കായീൻ കൊന്ന ഹാബേലിനു പകരം ദൈവം എനിക്ക്, കണ്ടോ, ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു ദമ്പതികളെ നമുക്ക് അവിടെ കാണാം, ആദമും ഹൗവയും. പക്ഷെ ഓർക്കണം, കർത്താവ് അവർക്ക് പിടികൊടുത്തില്ല. ദൈവമക്കൾ ഓർക്കണം, വൺസ് എ ഗ്യാപ്പ് വന്നു പോയാൽ, പുതിയ നിയമത്തിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ പഴയ നിയമത്തിൽ അങ്ങനല്ല. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരാദമിനെയും ഹൗവയെയും നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ മുതൽ ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ചവരും ദൈവത്തെ സ്നേഹിച്ചവരും നിരവധി പേരാണ്. ഒന്ന്, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. പിന്നീട് നോഹ ദൈവത്തോടു കൂടെ നടന്നു. പിന്നീട് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി മാറി. അങ്ങനെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന നോഹയെ കുറിച്ചൊക്കെ വായിക്കുന്നത് ആ ലോകം മുഴുവൻ പാപത്തിലായിരുന്ന സമയത്ത് വിശുദ്ധനായി നീതിമാനെന്ന് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ആളാണ് ആര്? നോഹ. അപ്പൊ ദൈവത്തിന് വേണ്ടി വലിയ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് വേണ്ടിയുള്ള ഈ ദാഹം, എൻ്റെ കൂടെ പറയണം, ഇവിടെ നിന്നാണ് നമ്മുടെ ദൂട് തുടങ്ങുന്നത്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഈ കർത്താവ് ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഈ ദാഹം ചരിത്രത്തിലാദ്യമായി വെളിപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? അതിലേക്കാണ് നമ്മൾ വരുന്നത്. സങ്കീർത്തനങ്ങൾ 42-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. Psalms 42 verse 1 and 2. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. അടുത്തത്, ദൈവത്തിനായി. നിങ്ങൾ സങ്കീർത്തനങ്ങൾക്ക് മുമ്പ് ഒരുപാട് ദാഹം കാണാം ബൈബിളിൽ. പക്ഷെ ആ ദാഹമെല്ലാം വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു, വിടുതലിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ അപ്പത്തിനായുള്ള വിശപ്പായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ആത്മമനുഷ്യനിൽ ഒരു ദാഹം വെളിപ്പെട്ടത് എവിടാന്നറിയാമോ? കോരഹ് പുത്രന്മാരുടെ അകത്താണ്. ദൈവമക്കളെ, ബാക്കിയുള്ള എല്ലാ ദാഹത്തിനും ഒരു പരിധിയുണ്ട്. അതിനെല്ലാം തകർച്ചകളുണ്ട്. പക്ഷെ തകർച്ചകളില്ലാത്ത ഒരു ദാഹമുണ്ട്. അതാണ് ആത്മമനുഷ്യന്റെ ദാഹം. അപ്പം ഇവര് ദാഹിക്കുന്നത് എന്തിനു വേണ്ടിയാ? എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അടുത്തത്, എൻ്റെ ആത്മാവ് ദൈവത്തിനായി. അപ്പൊ ഇവര് ദാഹിക്കുന്ന വെള്ളത്തിന് വേണ്ടിയാണോ? ഇവര് ദാഹിക്കുന്ന വെള്ളത്തിന് വേണ്ടിയാണോ? ഇവര് വിശക്കുന്നത് അപ്പത്തിന് വേണ്ടിയാണോ? അല്ല. കർത്താവ് നോക്കിയാണ്, എനിക്ക് വേണ്ടി ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും അവരവരുടെ വിഷയങ്ങളിലാണ്. കുടുംബത്തിൻ്റെ വിഷയം, മക്കളുടെ വിഷയം, ജോലി വിഷയം, എല്ലാ ഭാരവും. ഇതിൻ്റെ ഇടയിൽ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് നോക്കുമ്പോഴാണ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. ദൈവമക്കളെ, ഇത് കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണെന്ന് നമുക്കറിയാം. പക്ഷെ കോരഹപുത്രന്മാരെന്ന് പറയുമ്പോൾ ഓർക്കണം, കോരഹിൻ്റെ നേരിട്ടുള്ള പുത്രന്മാരല്ല. കാരണം അന്നത്തെ കോരഹം 500 വർഷങ്ങൾക്ക് മുമ്പാണ് കോരഹ്, ദാതാൻ, അബീര നശിച്ചു പോയത്. 500 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട പുത്രന്മാരല്ലിത്. ഇത് കോരഹിൻ്റെ വംശാവലിയിൽ പരമ്പരയിൽപ്പെട്ട
മക്കളാണ്. 500 വർഷത്തിന് ശേഷം ഓർക്കണമേ, അല്ല അപ്പന്മാര് ദൈവിക ബന്ധം അവസാനിപ്പിച്ച് ദൈവിക ന്യായവിധിയിലേക്ക് പോയപ്പോൾ ദൈവം ദാഹിക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുകയാണ്. ചരിത്രം ഇങ്ങനെ പറയുന്നത്, കോരഹിനെയും ദാഥാനെയും അബീരാമിനെയും ഭൂമി വായ്പിളർന്ന് വിഴുങ്ങുന്ന സമയത്ത് അവരുടെ മക്കൾ യാഗപീഠത്തിലേക്ക് ചെന്ന് അതിൻ്റെ കൊമ്പുകളെ പിടിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവമക്കളൊരു കാര്യം പറയാം, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ധൈര്യത്തോടെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഉറച്ച തീരുമാനം ദൈവത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ, ഉറച്ച തീരുമാനം, ഉറച്ച നിലപാടുകൾ, ഉറച്ച കാൽച്ചുവടുകൾ ദൈവത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തലമുറ ലജ്ജിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരപ്പൻ എടുത്ത തീരുമാനം 500 തലമുറയ്ക്ക് ശേഷം അതിന്റെ ഇമ്പാക്ട് വെളിപ്പെട്ടെങ്കിൽ ഓർക്കണം, ദൈവം നമ്മളെ മറന്നു കളയുന്ന ദൈവമല്ല, നമ്മുടെ തലമുറയെ മറന്നു കളയുന്ന ദൈവമല്ല. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ കോരഹ് പുത്രന്മാരാരാണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്ന കോരഹ് പുത്രന്റെ പേരാണ് ഹേമാൻ. എന്തുവാ? ഹേമാൻ. ഈ ദാവീദ് അല്ലെങ്കിൽ ഈ സംഗീത മ്യൂസിക് ടീം അവർ പാട്ടെഴുതുന്ന, ഈ സങ്കീർത്തനം എഴുതുന്ന കാലഘട്ടങ്ങളിൽ ആലയത്തിൽ 3 മ്യൂസിക് ലീഡർമാരുണ്ട്. ഇത് ഓർക്കണമേ, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എനിക്കറിയത്തില്ല, ബൈബിളിൽ വർഷിപ്പ് ലീഡർ ഇല്ല, പക്ഷെ മ്യൂസിക് ലീഡർ, വർഷിപ്പ് ലീഡർ ഉണ്ട്, പക്ഷെ അത് ഹോളി സ്പിരിറ്റാണ്. വർഷിപ്പ് ലീഡർ അല്ല, പിന്നെ ആരേ ഉള്ളൂ? അപ്പോൾ പഴയ നിയമാലയത്തിൽ 3 മ്യൂസിക് ലീഡേഴ്സ് ഉണ്ട്. 1 ഹേമാൻ, 2 ആസാഫ്, 3 യഥൂഥൂൻ. കേട്ടിട്ടുണ്ടോ? സങ്കീർത്തനമൊക്കെ ഇടക്കിടക്ക് വായിച്ചാൽ, ഹെഡിങ്ങൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാവും. ആരൊക്കെയാ 3 പേര്? ഹേമാൻ. പറയുമ്പോൾ ചിലപ്പോൾ ഹാമാൻ എന്നായിപ്പോൾ, രണ്ടും 2 സ്വഭാവമാണ്, പേര് ഒരുപോലെ ഇരിക്കുമെങ്കിലും. 1 ഹേമാൻ, അടുത്തത് ആസാഫ്, 3 യഥൂഥൂൻ. ഈ കോരഹിന്റെ പുത്രൻ ആരാന്നറിയാം? ഈ കൂട്ടത്തിൽ കോരഹിന്റെ പുത്രന്റെ പേരാണ് ഹേമാൻ. ഒന്ന് വായിച്ചോ, ക്രോണിക്കൽസ്, അതായത് ദിനവൃത്താന്ത പുസ്തകം, 1 ദിനവൃത്താന്ത പുസ്തകം 6-ാമത്തെ അധ്യായം 33 മുതൽ 37 വരെ വായിച്ചേ. നിങ്ങൾ ഓർക്കണേ, ദൈവത്തിൻ്റെ ന്യായവിധി ഏറ്റുവാങ്ങിയ ഒരു കുടുംബം കോരഹിന്റെ കുടുംബം. പക്ഷേ കോരഹിന്റെ മക്കളൊരു തീരുമാനമെടുത്തപ്പം അതിനകത്തുനിന്ന് പുറത്തു വന്ന വമ്പം പാർട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരാന്നറിയാമോ? ഒന്നാമത്തെ പാർട്ടി ആരാ? വേൾഡ് ഫേമസ് ആരാണ്? ഹേമാനിലോട്ടൊക്കെ വരുന്നേ ഉള്ളൂ. അതിൻ്റെ 33 ഒന്നോടെ വായിച്ചേ. തങ്ങളുടെ പുത്രന്മാരും ഹേമാൻ, യോവേലിന്റെ മകൻ, ശമൂവേലിന്റെ മകൻ. നിങ്ങളെ മനസ്സിലായോ? ഈ ശമൂവേലൊക്കെ ആരുടെ കുടുംബത്തിൽപ്പെട്ട ആളാന്നറിയാവോ? ആരുടെ കുടുംബത്തിൽപ്പെട്ട ആളാ? കോരഹിന്റെ. താഴത്തോട്ട് വായിച്ചു. അവൻ എൽക്കാനയുടെ മകൻ, അവൻ യെരോഹാമിന്റെ മകൻ. ഇനി വായിച്ചത് വലിയ കുഴച്ചിലാകും. 37 വായിച്ചോ. അടുത്തത് പോട്ട്. അവൻ കോരഹിന്റെ. ദൈവമക്കളെ, അപ്പനും അമ്മയും ദൈവത്തെ സേവിക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാർക്കെതിരെ നിന്ന് ദൈവത്തിൽ നിന്ന് ന്യായവിധി ഏറ്റുവാങ്ങിയപ്പം മക്കള് തീരുമാനമൊന്നും മാറ്റി, കാൽ ചുവടുകളൊന്നും മാറ്റി ചവിട്ടിയപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലായോ? വേൾഡ് ഫേമസ് ആയി എത്ര പേരെ കുടുംബത്തിൽ വന്നത്? അതിൽ പ്രഥമനായിരുന്നു ശമൂവേൽ പ്രവാചകൻ. സ്തോത്രം. ദൈവമക്കളെ, തീരുമാനമെടുക്കാവോ? നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം തലമുറ കൈമാറി അത് ദൈവപ്രവർത്തിയായി വെളിപ്പെട്ടു വരും. ശ്രദ്ധിച്ചേ. അപ്പൊ ഹേമാന്റെ അപ്പന്റെ പേര് പറഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പം ഹേമാന്റെ അപ്പൻ ആരാ? ഹേമാന്റെ അപ്പനാണ് കോരഹ്. ഒരു കാര്യം പറയാം, മാതാവേ, പിതാവേ, നീ ദൈവത്തിനനുസരിച്ച് വില കൊടുത്ത് നിൽക്കുന്നത് വെറുതെ അല്ല. ഇന്ന് പകലിൽ കർത്താവ് ആരോടൊക്കെ പ്രവചിക്ക് പറയുകയാണ്, വെറുതെ അല്ല, വില കൊടുക്കുന്നത് വെറുതെ അല്ല. നിന്റെ തലമുറയുടെ ഭാവിയെ ആ തീരുമാനത്താൽ തിരിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് പകലക്കാലം നാം ആയിരിക്കുന്നത്.
ദൈവമക്കളെ, പടിപടിയായിട്ട് നമ്മുടെ തലമുറകളുടെ മേൽ മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിനായി ദാഹിക്കുന്നവനെ ദൈവം വളർത്തും. എന്തുവാ? ദൈവത്തിനായി. ഇവിടുത്തെ ലോകത്തിന്റെ കാര്യത്തിന് വേണ്ടി ഓടുന്നവരല്ല വളരാൻ പോകുന്നത്, ദൈവത്തിനായി ദാഹിക്കുന്നവരെ. ഈ കോരക് സ്ഥാനത്തിന് വേണ്ടി മാനത്തിന് വേണ്ടി ദാഹിച്ച ആളാ. പക്ഷെ മക്കളുടെ കാര്യം അത് മക്കൾ പറയുന്നത് കേട്ടോ, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തിലെ ഒരു കാര്യമല്ല, ഞങ്ങളുടെ ദാഹം മുഴുവൻ നിനക്ക് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവരെ ദൈവം വളർത്തും. ആമേൻ. അപ്പൊ ഈ പുള്ളി ആരായിരുന്നു അറിയുമോ? ആദ്യം ഹേമാൻ ആരായിരുന്നു? സംഗീത ശുശ്രൂഷ ചെയ്യുന്ന ആള്. പക്ഷെ ഈ ആത്മാവിന്റെ ദാഹം ഒരു വ്യക്തിയുടെ ചരിത്രം മാറ്റും. വായിച്ചോ, ഒരു വാക്യം വായിച്ചോ. 1 ദിനവൃത്താന്തം തന്നെ 25-ാമത്തെ അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ വായിച്ചേ. ഇവരെല്ലാവരും രാജാവിന്റെ ഹേമാൻ പാട്ട് പാടി തുടങ്ങിയതാ. വർഷിപ്പ് ലീഡറായിട്ട്, മ്യൂസിക് ലീഡറായിട്ട് തുടങ്ങിയതാ. ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിന്റെ ദാഹം ഒരു വ്യക്തിയുടെ ചരിത്രം മാറ്റും. പരിശുദ്ധാത്മാവിന്റെ ദാഹം ഒരു കുടുംബത്തിന്റെ ചരിത്രം മാറ്റും. ഓർക്കണം, ഒരു മ്യൂസിക് ലീഡറായി തുടങ്ങിയ ഈ ഹേമാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ആരായെന്നറിയാമോ? ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായി മാറി. എന്ന് പറഞ്ഞാൽ രാജാവിനോട് ദൈവത്തിന്റെ ആലോചന പറയുന്ന ശക്തനായ ഒരു ദൂതുവാഹിയായി ഹേമാനെ മാറ്റാൻ എന്റെ ദൈവത്തിന് പറ്റിയെങ്കിൽ ഇന്ന് പകലിൽ പല തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ, മാതാവേ, നിന്റെ കണ്ണുനീര് വെറുതെയല്ല, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല. നമ്മൾ പറന്നതിനേക്കാൾ ഉയരത്തിൽ ആത്മാവിൽ അവരെ പറപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. അല്ല തലമുറോർത്ത് പ്രാർത്ഥിക്കേണ്ട ദൈവമക്കളോട് ഇവിടെ ഉണ്ട്, മാതാപിതാക്കളോട് പേടിക്കണ്ട. ദാഹമുള്ളവന്റെ തലമുറയെ ദൈവം മാനിക്കും. അതിന്റെ താഴത്തെ വായിക്കണം കേട്ടോ. ഇവരെല്ലാവരും 5-ാമത്തെ ഒന്നുകൂടി വായിച്ചു. പിന്നെ ഇവരെല്ലാവരും രാജാവിന്റെ ദർശകൻ. അടുത്തത് അവന്റെ കൊമ്പ്. എൻ്റെ കാര്യം പറയാം, ദാഹിക്കുന്നവന്റെ കൊമ്പ് തലമുറകളെ മാനിച്ച് ദൈവം ഉയർത്തും. ഇന്നത്തെ ഒരു വ്യാഖ്യാനം വേണ്ട, നേരെ എടുത്തങ്ങ് വിഴുങ്ങിക്കോ. ദൈവം അവന്റെ കൊമ്പ് ഉയർത്തേണ്ടതിന് ഏതെങ്കിലും തലമുറയുടെ പേരിൽ നിന്റെ തല താണു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, അതേ തലമുറയുടെ പേരിൽ ദൈവം നമ്മുടെ കൊമ്പ് ഉയർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ കൊമ്പ് ഉയർത്തേണ്ടതിന് വായിച്ചോ. ഹേമാന് 14 പുത്രന്മാരെയും 3 അടുത്തത് ഇവർ ആരെല്ലാവരും 14 ആൺപിള്ളേരെ 3 അവരൊന്ന് ചർച്ചിൽ പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച്. ഏത് വണ്ടി വിളിക്കും? വേണ്ട, നടന്നു പോകുന്നെങ്കിൽ വിചാരിക്കാം. ഹേമാനപ്പച്ചൻ മുമ്പേ പോകും, ഹേമാനമ്മച്ചി പുറകെ പോകും, 14 പിള്ളേർ അതിൻ്റെ പുറകെ പോകും, 3 പെൺപിള്ളേർ അതിൻ്റെ പുറകെ പോകും. ചെറിയൊരു സഭക്കുള്ള ആളായി ഉണ്ടോ? ഒരപ്പൻ എടുത്ത ഒരു തീരുമാനം. ഇന്ന് പകൽക്കാലം ഈ വിശ്വാസത്തോടെ ഏറ്റു പറ, അവർ എല്ലാവരും ഒരു സോഷ്യൽ മീഡിയക്കും ദാഹമുള്ളവന്റെ തലമുറയെ തകർക്കാൻ പറ്റത്തില്ല. ദാഹമുണ്ടോ? തലമുറ സേഫാണ്. അവർ എല്ലാവരും വായിച്ചോ, അവരെല്ലാവരും ഇതിലും വലിയ ഭാഗ്യമുണ്ടോ അപ്പന്മാരെ അമ്മമാരെ? 14 ആൺപിള്ളേരെ ഇങ്ങനെ നിറഞ്ഞു നിന്ന്, 3 പെൺപിള്ളേരെ ഇങ്ങനെ നിറഞ്ഞു നിന്ന് അവരെന്താ ചെയ്യുക? മക്കളെ കുറിച്ച് അങ്ങനെ ദർശനം കാണാവോ? എന്റെ തലമുറയെ കർത്താവ് ഇതിനകത്ത് കൊണ്ടുവരും. എന്റെ തലമുറയെ കർത്താവ് ദൈവരാജ്യത്തിൽ ഉയർത്തും. ദൈവഹേമാന്റെ കൊമ്പ് ഉയർത്താൻ തലമുറകളെ കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ കൊമ്പ് ഉയർത്തത്തക്ക തലമുറകൾ കുടുംബങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഉയർന്നു വരട്ടെ. ഉടമന ദൈവമക്കളെ, ഇത് ഞാൻ ഉറപ്പിച്ചു പറയാം. ദൈവവചനം ഒരു തിയറിക്കലായ ഒരു പരിപാടിയല്ല. ദൈവവചന ശുശ്രൂഷക്കകത്ത് ഒരു പ്രാക്ടിക്കൽ സൈഡുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ, തലമുറ മാതാപിതാക്കളുടെ കൊമ്പ് ഉയർത്തത്തക്ക ചില തലമുറകൾ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ വ്യാപാര ശക്തിയാൽ കുടുംബങ്ങൾക്കകത്ത് നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ മേൽ ഈ വചനത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് പകൽക്കാലം
വെളിപ്പെട്ടു വരട്ടെ. ഏത് തലമുറയുടെ പേരിൽ നിന്റെ തല താണുപോയോ, ഏത് വിഷയത്തിൽ തല താണുപോയോ, അതേ വിഷയത്തിനകത്ത് തന്നെ നിന്റെ കൊമ്പുയർത്താൻ പറയാ. അങ്ങനെ കൊമ്പ് മാനം താണു പോയ ഒരാളായിരുന്നു ഹന്ന. ഹന്നക്ക് ദൈവം മക്കളെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹന്ന പാടുന്നൊരു പാട്ടുണ്ട്. 1 ശമൂവേൽ 2-ാമത്തെ അധ്യായം വായിക്കണ്ട. അതിൽ അവൻ തൻ്റെ ദാസിയുടെ കൊമ്പുയർത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കുടുംബങ്ങളെ ചൂണ്ടി പ്രവചിച്ചു പറയുന്നു. കുടുംബങ്ങൾക്കകത്ത് നിന്ന് ദൈവരാജ്യത്തിൻ്റെ കൊമ്പുയർത്തുന്ന, ദൈവമഹിമയുടെ മേന്മ ഉയർത്തുന്ന തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഗ്ലോറി, യേശുവിൻ്റെ നാമത്തിൽ. കണ്ടോ, അങ്ങനെ പറഞ്ഞു വന്നത് ഈ കൊരകൂത്രന്മാരുടെ കാര്യമാണ്. അപ്പം ഹേമാൻ മ്യൂസിക് ടീം, ഹേമാൻ ഉൾപ്പെട്ട ടീം ഇപ്പോൾ അവരുടെ ദാഹം ആരില്ല? ജീവനുള്ള ദൈവത്തിൽ. എന്നാൽ എന്താണ് യഥാർത്ഥ ദാഹം എന്ന് നമ്മളെ പഠിപ്പിച്ചത് ദാവീദാണ്. എടുത്തു 63-ാം സങ്കീർത്തനം. 63-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത് വാക്യം. ഇത് പറയുന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് കേട്ടോ. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എനിക്ക് കർത്താവ് ഒരു ദൂതനെ അയച്ചൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്നല്ല, എൻ്റെ ചുറ്റും കുടിക്കാൻ എനിക്ക് വെള്ളമില്ല. പക്ഷെ എൻ്റെ ദാഹം ഒരു കപ്പിൽ എനിക്ക് വെള്ളം കിട്ടാനല്ല. ഈ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാം, ആത്മാവിനായി ദാഹിക്കുന്നവനെ എൻ്റെ ദൈവം വളർത്തും. ഹേമാൻ പാട്ടുപാടി തുടങ്ങി പ്രവാചകനായി അവസാനിപ്പിച്ചു. ദാവീദ് ആട്ടിടയനായി തുടങ്ങി രാജാവായി അവസാനിപ്പിച്ചു. ഒരു കാര്യം പറയാം, ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നവന്റെ കുടുംബത്തിന്റെ ചരിത്രം എൻ്റെ ദൈവം മാറ്റാൻ പോകുകയാ. ഇന്ന് പകൽ വചനത്തിന്റെ വ്യാപാര ശക്തി തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ. അവൻ എങ്ങനെ തുടങ്ങിയെന്നല്ല, ആത്മദാഹമുള്ളവന്റെ തലമുറ ചരിത്രം മാറ്റിമറിച്ച് ഒഴുകാൻ പോകയാ. ദാഹിക്കുന്നു. എന്തുവാ ഈ ദാഹം? എന്താ ദാഹം? അത് മനസ്സിലാക്കാതെ ദാഹിക്കാൻ പറ്റുമോ? അതാണ് ദാവീദ് കറക്റ്റായിട്ട് അവിടെ പറയുന്നുണ്ട്. 63-ാം സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിച്ചേ. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കയും. അപ്പൊ ദാഹം എന്ന് പറയുന്നത് ചർച്ചിൽ വരുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ഉള്ള ദൈവിക ആഗ്രഹത്തിന്റെ പേരല്ല. അപ്പൊ എന്താ ദാഹം? കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മുടെ ചിന്ത എവിടാ? ദൈവത്തിലാണെങ്കിൽ നമ്മളെന്നൊക്കെ ദൈവം പറയും, നീ ദാഹിക്കുന്നവനാ. അപ്പൊ യഥാർത്ഥ ദാഹം എന്താ നമുക്ക് പറഞ്ഞു തന്ന ആരാണ്? ദാവീദ്. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. എൻ്റെ കിടക്കയിൽ ചെയ്യുമ്പോൾ. അപ്പൊ ദാഹിക്കുന്നവന് ആദ്യം ജയം വരുന്ന എവിടാന്നറിയാം? 6-ാമത്തെ വാക്യം. എൻ്റെ പ്രാണൻ. നെഫേഷ് എന്നാണ് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന വേർഡ്. നെഫേഷ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ദാഹിക്കുന്നവന്റെ സോൾ അല്ലെങ്കിൽ ദേഹിയിലാണ് എല്ലാ ഇച്ഛ, വികാരം, ഫീലിങ്സ് എല്ലാം കിടക്കുന്നത്. എവിടെ? നെഫേഷിലാണ് കിടക്കുന്നത്. ദാവീദ് പറഞ്ഞത് കേട്ടോ, എൻ്റെ നെഫേഷ് എവിടെ കിടക്കുക? ദൈവം കർത്താവിന് വേണ്ടത് നമ്മുടെ ശരീരം മാത്രമല്ല കേട്ടോ. ഇവിടെ നമ്മൾ ഇരിക്കുമ്പം നമ്മുടെ ദേഹി എവിടെ ആയിരിക്കണം? കറങ്ങി നടക്കരുത്. അപ്പൊ യഥാർത്ഥ ദാഹം വെളിപ്പെടേണ്ടത് എവിടാ? പുറമേ ഉള്ള ദാഹം വെളിപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലാണെങ്കിൽ ആത്മദാഹം വെളിപ്പെടേണ്ടത് എവിടാ? നെഫേഷിലാണ്, നമ്മുടെ സോളിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ദേഹിയിലാണ്. അങ്ങനെ ഞാൻ ദാഹിക്കുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ എല്ലാ നിരാശയും കിടക്കുന്നത് ദേഹിയിലാണ്, ദുഃഖം കിടക്കുന്നത് ദേഹിയിലാണ്, ഡിപ്രഷൻ കിടക്കുന്നത് ദേഹിയിലാണ്, ആൻസൈറ്റി കിടക്കുന്നത് ദേഹിയിലാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് അവന്റെ വചനത്താൽ ദേഹിക്കകത്ത് രൂഢമൂലമായിരിക്കുന്ന ചില നിരാശകളെ എന്റെ കർത്താവ് വെട്ടിക്കളയാ. നിന്നെ ഒതുക്കുന്ന ആ ദുഃഖങ്ങൾ, നിരാശകൾ, ആൻസൈറ്റി, ആകുലതകൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ക്യാൻസൽ ആയി പോകട്ടെ. സ്വതന്ത്രം ദൈവങ്ങളെ, ഞാൻ വലിയൊരു വിഷയമാണ് പറഞ്ഞു വരുന്നത്. ഇപ്പം എന്തുമാത്രം പറയാൻ പറ്റുന്ന എനിക്കറിയാൻ മേല. ഇത് നിങ്ങൾ എൻ്റെ കൂടെ വരണം. നമ്മുടെ എല്ലാ ഇച്ഛാ, വികാര, ഫീലിങ്സ് എല്ലാം കിടക്കുന്നത് നമ്മുടെ നെഫേഷിനകത്താണ്. അത് മാറിയിട്ട് നമ്മുടെ ദാഹം ആരിലോട്ടാക്കണം? കർത്താവേ,
ഏതാ 61 സങ്കീർത്തനം പാടുമ്പോഴേ ദാവീദ് സ്വന്തം മകനായ അബ്ശാലോമിനെ ഒളിച്ചു നടക്കുക. യഹൂദ മരുഭൂമിയിൽ വെച്ചാൽ അബ്ശാലോമിനെ ഒളിച്ചു നടക്കുക. നമ്മളാണെങ്കിൽ രാത്രി കിടക്കുമ്പം കാണുന്ന സ്വപ്നം എന്തായിരിക്കും? എൻ്റെ പാസ്റ്ററേ, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു, എൻ്റെ മകൻ അബ്ശാലോൻ ഒരു വലിയ വാളുമായിട്ട് എൻ്റെ നേരെ ഉണ്ടോ. നമ്മുടെ സ്വപ്നം ഏതാണ്ടൊക്കെ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ പുള്ളിയുടെ ദാഹം കിടക്കുന്ന എവിടെയെന്നറിയാവോ? കർത്താവേ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, കടഭാരമോ രോഗമോ ഒന്നും പ്രശ്നമല്ല. എൻ്റെ ദാഹം കിടക്കുന്നത് ഞാൻ നിനക്കായി ദാഹിക്കുന്നു. ഹോറബനഘടകജനാദി. ഒരു കാര്യം പറയാ, ഹാലിൽ ആത്മദാഹം ഉണ്ടോ, നിനക്കെതിരെ ഒരുക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. അബ്ശാലോം ദാവീദിനെതിരെ നിന്നെങ്കിലും അബ്ശാലോമിനെ മരക്കൊമ്പിൽ തൂക്കി ആടിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ആത്മദാഹമുള്ളവനെതിരെ പിശാചൊരുക്കുന്ന സകല തന്ത്രങ്ങളും ഇന്ന് പകൽ പൊളിയട്ടെ. അങ്ങനെ ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ ദാഹിക്കുന്ന അധികം പേര് പഴയ നിയമത്തിലുണ്ടായിട്ടില്ല. എന്നാൽ 1-2 പേരെ നമ്മൾ കണ്ടു. അങ്ങനെ ഇരിക്കുമ്പം യെശയ്യാവ് ഒരു ഭയങ്കര പ്രവചനം നടത്തി. പഴയ നിയമത്തിൽ ഏറ്റവും വലിയ പ്രവാചകരിൽ ഒരാളാണ് യെശയ്യാവ്. യെശയ്യാവ് പ്രവചിച്ചെന്നറിയുമോ? വായിച്ചു. ഐസയ ചാപ്റ്റർ 44 44-ാമത്തെ അധ്യായം. ഐസയ 44-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത് വാക്യം. ദാഹിച്ചിരിക്കുന്ന ഇടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ ആത്മാവിനെയും. ദൈവമക്കളെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഒരു വ്യക്തി ആത്മാവായിട്ട് കണക്ട് ആയാൽ ആദ്യം അതിന് സ്വാധീനം വെളിപ്പെടുന്നത് അവരുടെ തലമുറയുടെ മേലായിരിക്കും. ഹല്ലേലൂയ. ഇത് ഒരു വാക്യമല്ല, എത്ര വാക്യം വേണം? ഒരിക്കൽ ആമോസ് ഇങ്ങനെ പ്രവചിച്ചു, അന്ത്യകാലത്ത് ഒന്ന് പറയാമോ? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ അടുത്തത് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ആത്മാവായിട്ടൊരു വ്യക്തി കണക്ട് ആയാൽ അവിടെ തലമുറയുടെ മേൽ വലിയ ദൈവപ്രവൃത്തി നടക്കും. ആ ആത്മാവിന്റെ ദാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറ കുറച്ചു പേരേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പം ആത്മനിയോഗിതനായി യെശയ്യാവിന്റെ ഒരു പ്രവചനം, ദാഹിച്ചിരിക്കുന്ന ഇടത്ത് ഞാനൊരു നീരുറവ തുറക്കും, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ. അപ്പൊ ആദ്യം എന്താ വേണ്ടത്? ആത്മാവിനെയാണോ വേണ്ടത്, അനുഗ്രഹമാണോ വേണ്ടത്? അവിടെ എന്താ യെശയ്യാവ് പ്രവചിച്ചത്? നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും, അടുത്തത് നിന്റെ സന്താനത്തിന്മേൽ. ദൈവമക്കളെ, ആത്മാവ് തരുന്ന അനുഗ്രഹം നമുക്ക് മതി. ആത്മാവ് തരുന്ന അനുഗ്രഹം നമുക്ക്, അതിനപ്പുറത്തേക്കുള്ള അനുഗ്രഹത്തിലോട്ട് പോകണ്ട. കർത്താവ് പറഞ്ഞു കേട്ടോ, നിന്റെ സന്തതിമേൽ ആത്മാവ് വന്നാൽ അവൻ ദൈവഗത ഉള്ളത് മാത്രമേ കൈവെക്കത്തുള്ളൂ. ആമേൻ. അങ്ങനെ യെശയ്യാവ് നല്ലൊരു പ്രവചനം നടത്തി. എന്നാൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പ്രവചിച്ചത് ജെറമ്യായ. ഒന്നെടുത്ത് ജെറമ്യ 31:25. ജെറമ്യ പ്രവചനം 31-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ചേ. ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും, വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഏവന് ഞാൻ. കണ്ട, യെശയ്യാവ് പ്രവചിച്ച അതുപോലെയുള്ള ഒരു പ്രവചനം യിരെമ്യാവ് നടത്തുകയാണ്. എന്നാൽ യിരെമ്യാവിന്റെ പ്രവചനത്തിന്റെ പ്രത്യേകത, പുള്ളി കുറച്ച് ക്ലാരിറ്റിയിലാണ് പ്രവചിച്ചത്. ഇതിന് ടൈം പുള്ളി പറഞ്ഞു. യെശയ്യാവ് ടൈം പറഞ്ഞില്ല. യെശയ്യാവ് എന്താ പറഞ്ഞത്? ദാഹിച്ചിരിക്കുന്നിടത്ത്. അതെപ്പോഴാണെന്ന് പുള്ളിക്കറിയാൻ മേല. പക്ഷെ യിരെമ്യാവ് പ്രവചിക്കുമ്പോൾ കറക്റ്റ് ഒരു ടൈം പറഞ്ഞു. താഴത്തോട്ട് വായിച്ച് അതിനെ 31 എന്ന് വായിച്ച് 31 വായിച്ച്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും. യെശയ്യാവ് പ്രവചിച്ചു, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ നീരുറവ് പകരും. പക്ഷെ യിരെമ്യാവ് പ്രവചിച്ചെന്നറിയാമോ? അങ്ങനെ ഒരു നീരുറവ് യെശയ്യാവ് പ്രവചിച്ച പോലെ വരും. പക്ഷെ അത് എപ്പോഴാണ് വരുന്നതെന്നറിയാമോ? ഞാൻ ഇസ്രായേലിനോട് പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, യിരെമ്യാവ് അന്ന് പ്രവചിച്ച ആ പുതിയ നിയമത്തിന്റെ നീരൊഴുക്കിന്റെ കരയിലാണ് ഞാൻ എന്നെയും നിങ്ങളെയും കർത്താവ് ഇരുത്തിയിരിക്കുന്നത്. യിരെമ്യാവ് കുറച്ചുകൂടെ ക്ലാരിറ്റി പറഞ്ഞു. പുതിയ നിയമം വരുമ്പം ഒരു നീരൊഴുക്കുണ്ടാവും. വർഷങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞു. യേശു ഭൂമിയിൽ ജനിച്ചു. യേശു ശമര്യാസ്ത്രീയോട് സംസാരിക്കുമ്പം കർത്താവ് ആർക്കും വെളിപ്പെടുത്താത്ത ഒരു ഭയങ്കര ദൂത് ശമര്യാസ്ത്രീയോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 13-14 വാക്യം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. അടുത്തത്
ഞാൻ കൊടുക്കുന്ന വെള്ളം അവന്റെ മേൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. യെശയ്യാവ് പ്രവചിച്ചത്, യിരെമ്യാവ് കാണാൻ കൊതിച്ചത്, യേശുവിലൂടെ പിതാവായ ദൈവം ഡിസൈൻ ചെയ്തത്, ചരിത്രത്തിലാദ്യമായി ഒരു ശമരിയ സ്ത്രീയുടെ മുമ്പിൽ യേശു തുറക്കുകയാണ്. ഇന്ന് പകലിൽ ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകളുടെ ചരിത്രം മാറ്റത്തക്ക നിലയിൽ ആ നദി നമ്മിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ഒഴുകാൻ പറയാം. പക്ഷേ ദാഹം എന്ന് പറയാൻ മനസ്സിലായല്ലോ. ഊണിലും ഉറക്കത്തിലും നടപ്പിലും കിടപ്പിലും എല്ലാം എന്തുവാ ചിന്ത? ദൈവം. അപ്പോൾ ഇത് ശമര സ്ത്രീയോട് കറക്റ്റായിട്ട് കർത്താവ് പറഞ്ഞു. അപ്പോൾ സ്ത്രീ പറഞ്ഞു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ആ വെള്ളം കുറച്ചിങ്ങോട്ട് തരാമെങ്കിൽ ഡെയിലി ഞാനിങ്ങോട്ട് വരണ്ട. കർത്താവ് പറഞ്ഞു, പോയി നിന്റെ ഭർത്താവിനെ വേറെ ഭർത്താവിനെ ധ്യാനിക്കുന്നവൻ്റെ മേൽ എൻ്റെ ആത്മാവ് വരികയില്ല. എന്താണ് 5 ഭർത്താവ്? ആ സ്ത്രീ 5 കല്യാണം കഴിച്ചെന്നല്ല. വായിച്ചോ. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ. സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ മക്കൾ അടുത്തത് ദൈവം നീക്കിക്കളഞ്ഞു. അവർ പ്രവാസത്തിലിട്ട് പോയി. വാക്യം 24. അശൂർ രാജാവ്, അശൂരിൽ ഈ ശമര്യ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അടിമകളായി ചെന്നപ്പോൾ ഈ ശമര്യ പിടിച്ചെടുത്തിട്ട് അശൂർ രാജാവ് എന്ത് ചെയ്യണമെന്നറിയാമോ? 5 ജാതീയ ദേവന്മാരെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചു. വാക്യം 24. അശൂർ രാജാവ് ബാബേൽ, കൂഥ, അവ്വ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമര്യ പട്ടണം, നിങ്ങളെ വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഇവര് 5 ദേവന്മാരെ വെച്ച് 5 ദൈവങ്ങളെ വെച്ച് ശമര്യ പട്ടണത്തിൽ ആരാധന തുടങ്ങി. ഇവരാരായിരുന്നെന്നറിയാമോ? ദൈവത്തിൻ്റെ മക്കളായിരുന്നു. ഇവരാരായിരുന്നു? ദൈവത്തിൻ്റെ ജനമായിരുന്നു. പക്ഷേ അവര് ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞപ്പം ദൈവം അവരെ ദൈവസനം നീക്കിക്കളഞ്ഞെന്നാണ്. ദൈവമക്കളെ, ദൈവം ഒരുത്തനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ അവൻ ഏതിലേക്ക് പോകുമെന്ന് ആർക്കും ഒരു പിടുത്തം കിട്ടുകയില്ല. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ? അശൂർ രാജാവ് ദൈവത്തെ ആരാധിച്ച ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന് 5 ജാതീയ ആളുകളെ താമസിപ്പിച്ചു. ഒന്നുകൂടെ വായിക്കാം. ബാബേൽ, കൂഥ, ഔവ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് നിങ്ങൾ താഴത്തോട്ട് വായിക്കുമ്പോൾ അറിയാം, അവരവിടെ വന്ന് ആരാധന അങ്ങ് തുടങ്ങി. ഇപ്പോൾ ജഡീകനേതാ, ആത്മീയനേതാ, രക്ഷിക്കപ്പെട്ടവനേതാ, രക്ഷിക്കപ്പെടാത്തവനേതാ, സത്യസന്ധനേതാ, നുണയനാരാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ ശമര്യ പട്ടണം കലങ്ങി കിടക്കുമ്പം യേശു പറയുകയാണ്, അല്ലെ സഹോദരി, സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ശമര്യ പട്ടണത്തിൽ ഒരു നദി ഒഴുക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. പക്ഷേ നിങ്ങൾ 5 ദേവന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിച്ചു. ദൈവ ഇസ്രായേലിനെ ഭാര്യയായിട്ട് വിവക്ഷിച്ചു പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തെ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ആമോസിലും ഹോശയിലുമൊക്കെ. ഈ ഇസ്രായേൽ എന്ന ഭാര്യ 5 ജാതീയ ദേവന്മാരെ ഭർത്താവായി സ്വീകരിച്ചു. അങ്ങനെ മറ്റുള്ളവനെ ധ്യാനിക്കുന്നവന്റെ മേൽ ഒഴുകുന്നവല്ല പരിശുദ്ധാത്മാവ്. എന്നിട്ട് യേശു ആ സ്ത്രീയോട് പറയുകയാണ്, നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടിരിക്കുക. ആ സ്ത്രീ എന്താ പറഞ്ഞേ? എനിക്ക് ഭർത്താവ്, പാസ്റ്റ് പറയുന്നല്ലോ, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് അങ്ങനെ വലിയ പോക്കൊന്നും ഇല്ല. പിന്നെ അതിലേക്ക് പാസ് ചെയ്തപ്പോൾ കയറിയെന്നേ ഉള്ളൂ. യേശു പറഞ്ഞു, അത് ശരിയാ, നീ ഇപ്പം അവിടെ ഇല്ല. ഇവിടെ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഇല്ല. പാസ് അങ്ങനെ പോക്കാൻ തരും, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അങ്ങ് പാളിപ്പോന്നേ ഉള്ളൂ. കാരണം യേശു പറയാ, എൻ്റെ പൊന്നു കുഞ്ഞ്, നീ ഒന്നെങ്കിൽ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇത് അവിടെ ഇല്ല. വല്ലാത്ത പരുവത്തി. അപ്പം യേശു അവളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 4-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം എന്ന് വായിച്ച് യേശുവോട് പറഞ്ഞത്, സ്ത്രീയെ, നീ 5 പേരെ വിശ്വസിച്ച് 5 ഭർത്താക്കന്മാരുടെ വാക്കും കേട്ട് കറങ്ങി നടക്കുമല്ലേ? യേശു പറയുക, എന്നെ ഒന്ന് വിശ്വസിക്കാമോ? നമ്മുടെ കുറുവാക്യത്തിലേക്ക് നമ്മൾ വരിക. സ്ത്രീയെ, എന്നെ ഒന്ന് വിശ്വസിക്കാവോ? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് നീ ഒരൊറ്റ വ്യക്തി വിശ്വസിക്കാമെങ്കിൽ ഈ ശമര്യ പട്ടണത്തെ നിന്നിലൂടെ ഒഴുകി വരുന്ന ഈ നദിയാൽ പിടിച്ചെടുക്കാൻ എനിക്ക് കഴിയും. ഞാനൊരു കാര്യം പറയാം, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേര് ഒരാളുടെ അകത്ത് ഈ ആത്മസാന്നിധ്യം വെളിപ്പെട്ടാൽ ആ വ്യക്തി മുഖാന്തരം ആ കുടുംബത്തിൻ്റെ ചരിത്രം തന്നെ മാറിപ്പോകും.
യേശു പറഞ്ഞത് കേട്ടോ, നിനക്ക് ചുറ്റും 5 ഭർത്താക്കന്മാരെ ആരാധിക്കുന്നവരാണ്, പക്ഷേ നീ ഒരാൾ എന്നെ ഒന്ന് വിശ്വസിക്കാമോ? ദൈവമക്കളെ ഓർക്കണം, അന്ന് ആ സ്ത്രീ വിശ്വസിച്ച് തുടങ്ങിയ ഒഴുക്കാണ് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, വായിച്ചോ, ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും. ആ സ്ത്രീ മാത്രമല്ല, ആരൊക്കെ എന്നിൽ വിശ്വസിക്കുന്നു, ആരൊക്കെ ദൈവാത്മാവിനാൽ പ്രേരിതമാകുന്നു, അവനെല്ലാം ശമര്യയിൽ ബ്ലോക്കായി പോയ ദൈവപ്രവർത്തികളെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവേ, എന്റെ ആഗ്രഹം, എന്റെ ദാഹം നിന്റെ ആത്മാവിന് വേണ്ടിയാണ്. യേശു പറയാണ്, ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കേറുക. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ. അപ്പൊ സത്യത്തിൽ ഈ സഹോദരി എന്തിനു വന്നതാ? വെള്ളം കുടിക്കാൻ. പുള്ളിക്കാരെ പറയുകയും ചെയ്തു, സാറേ, 1 കപ്പ് വെള്ളം ഇങ്ങോട്ട് തരാമെങ്കിൽ ഞാൻ ഡെയിലി ഇനി ഇങ്ങോട്ട്. അപ്പോൾ 1 കപ്പ് വെള്ളം കുടിച്ച് ഒരു ആരാധന കൂടിയിട്ട് പോകാൻ വേണ്ടി വന്നതാ. പക്ഷെ കർത്താവ് പറയുന്നു, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എന്താണെന്നറിയാവോ? ഞാൻ നിന്നെ ഒരു നദിയാക്കാം. നീ എന്തിനാ വന്നേ? നീ 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതല്ലേ? ഒന്നുമില്ല, എന്തായാലും ഞായറാഴ്ച ചർച്ച വരണമല്ലോ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് കൈയടിച്ച് സ്തോത്രാഴ്ചയിട്ട് പോകാൻ വേണ്ടി വന്നതാ. പക്ഷെ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. അങ്ങനെ കൈയടിച്ച് സ്തോത്രാഴ്ചയിട്ട് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. കർത്താവ് എന്താ? കർത്താവിൻ്റെ സ്വപ്നം കണ്ടോ? നിന്നെ ഞാൻ ആരാക്കാം? ഒരു നീരുറവാക്ക. എന്ന് പറഞ്ഞാൽ നീ വെള്ളം കുടിക്കുകയും നിന്നിൽ നിന്ന് ഇത് പുറപ്പെടുകയും ചെയ്യണം. യെഹെസ്കേൽ പ്രവചനം വായിച്ച് ബൈബിൾ അടച്ചോ. യെഹെസ്കേൽ പ്രവചനം ചാപ്റ്റർ 47 verse 3, 4 and 5. യെഹെസ്കേൽ പ്രവചനം 47-ാമത്തെ അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങൾ. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴ മടന്നു, എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴ വളർന്നു, കടക്കുമാറാക്കി. മുട്ടോളമായി അളന്നു, കടക്കുമാറാക്കി. അരയോളമായി അളന്നു, നദിയായി. ഓ, നരിയാണിയോളം കാലൊന്ന് നനച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഈ ബീച്ചിൽ ചെന്നാൽ ചില പുള്ളികളെ കാണാം. ബീച്ചിൽ ചെന്നാൽ ഇട്ട ചുരിദാർ മറ്റേ തെറുത്ത് കയറ്റി കാലൊന്ന് ചെരുപ്പ് ഊരിയിട്ട് കാല് മാത്രം ഒന്ന് മുക്കിയിട്ട് തിരിച്ചു പോകും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പർപ്പസ് അതല്ല. കാല് നനച്ചിട്ട് തിരിച്ചു പോകാനല്ല. കർത്താവ് പറയുന്നു, ഒരു നദിയായി ഞാൻ ഒഴുക്കിത്തരാം. 4 സ്റ്റേജ് അവിടെ കണ്ട. 1 നരിയാണി, 2 അരയോളം, 3 1 നരിയാണി, 2 മുട്ടോളം, 3 അരയോളം, 4 എന്താ ഈ 4 സ്റ്റേജ്? 1 നരിയാണിയാണ് നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നത്. അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നില്ലേ, ഒരു മുടന്തൻ സൗഖ്യമായപ്പം അവൻ്റെ കാലും നരിയാണി ഉറച്ചു. എന്താണെന്നറിയാമോ? ഈ നരിയാണി, ഇതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പവറല്ല, പിന്നെന്തുവാ? സ്ട്രെങ്ത്, ബലം. ബലം ആർക്ക് വേണ്ടിയുള്ളതാ? ബലം നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഞാൻ ഈ സ്ട്രെങ്ത്തിലേക്ക് വന്നാൽ ഈ ബലം എനിക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ അടുത്ത ഒരു സ്റ്റേജ് ഉണ്ട്, അതാണ് മുട്ടോളം. സ്തോത്രം. നരിയാണി എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പരിശുദ്ധാത്മാവിലേക്ക് ഒരു വ്യക്തി കണക്റ്റ് ആകുകയാണ്. 2 മുട്ടോളം. മുട്ടാണ് എന്നെ ഉറപ്പിച്ച് നിർത്തുന്നത്. അത് എൻ്റെ മുട്ടുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമുണ്ടോ? ഇല്ല. എൻ്റെ മുട്ടുകൊണ്ട് എനിക്ക്. അപ്പം ഇതാണ് മുട്ടോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ബലം. അതാണ് യേശുവിനെ കുറിച്ച് വായിക്കുന്നത്. പൈതൽ വളർന്നു ആത്മാവിൽ. ഈ ബലം യേശുവിലൂടെ മറ്റുള്ളവർക്കുള്ളതല്ല. കഴിഞ്ഞ 30 വർഷം യേശുവിനെ ഉറപ്പിച്ച് നിർത്തിയത് ഈ ബലമായിരുന്നു. അപ്പം ബലം ആർക്ക് വേണ്ടിയുള്ളതാ? സ്ട്രെങ്ത് ആർക്ക് വേണ്ടിയുള്ളതാ? എനിക്ക് വേണ്ടിയുള്ളതാ. അടുത്തത് നരിയാണി കഴിഞ്ഞു, മുട്ട് കഴിഞ്ഞു, പിന്നെ എന്തുവാ? അരമുറുക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുദ്ധം ചെയ്തോളാനാ എന്ന് പറഞ്ഞാൽ ശക്തി. അതിനാ പവർ എന്ന് പറയുന്നത്. അല്ലെ, സ്ട്രെങ്ത് എനിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ പവർ എനിക്ക് വേണ്ടിയുള്ളതല്ല. പവർ നമ്മിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിൻ്റെ. ഇനി 4ാമതൊരു സ്റ്റേജ് ഉണ്ട്. അതിനെയാണ്
പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്ട്രെങ്ത് കഴിഞ്ഞു, സ്ട്രോങ് ആയി, പവർഫുള്ളായി. പവർ വന്ന് പോരാ, ആത്മനദിക്കകത്ത് നമ്മളൊന്ന് നീന്തണം. സ്തോത്രം. നീന്തി കഴിയുമ്പം ഇതിനെയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്നത്. നീന്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ കാലുകളല്ല, പിന്നെ എന്നെ കൊണ്ടുപോകുന്നത് ഈ വെള്ളമായിരിക്കും. അതുകൊണ്ടാണ് ലൂക്കോസ് 4:1 വായിച്ചത്. ലൂക്കോസ് 4:1 ഇങ്ങനെ വായിക്കുന്നു: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. അടുത്തത് ആത്മാവ് 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 ചേർന്ന് പറഞ്ഞ് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക്. ഇതിനെയാണ് നടത്തിപ്പെന്ന് പറയുന്നത്. ആത്മാവിന്റെ ദാഹമുണ്ടോ? ആത്മാവ് നമ്മളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ആത്മാവിന്റെ വിശപ്പുണ്ടോ? ആത്മാവ് നമ്മളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ആത്മാവ് നമ്മളെ